ഓം ആദിത്യായ ച സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. ആരോഗ്യം പ്രദദാതു നോ ദിവകരോ ചന്ദ്രോ യശോ നിർമ്മലം. ഭൂതിം ഭൂമിശുദ്ധസുധാംശുതനയപ്രജ്ഞാം ഗുരുർഗൗരവം. കാവ്യകോമളവാഗ്വിലാസമതുലം മന്ദോമുദം സർവദാ. രാഹുർബാഹുബലം വിരോധശമനം കേതുകുലസ്യോന്നതിഃ. ഗുരുഭ്യശ്ച ഗ്രഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലിഃ. പ്രസന്നമനസാംസ്തേ മേ സത്യാം കുർവന്തു ഭാരതേ. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേതി യോ വതേത്. തസ്യ നിസ്സരധേ വാണീ ഝംഗുകന്യാ പ്രവാഹവത്. ആദിത്യാദിനവഗ്രഹദേവതാഭ്യോ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമോ നമഃ. ഹരി ഓം. നമസ്കാരം. എല്ലാവർക്കും ഈ ചിങ്ങപ്പുലരിയിൽ നല്ലത് വരുത്തുവാനായിട്ട് സർവേശ്വരകാരകനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നാളെയെപ്പറ്റി അറിയാനുള്ള ആശ എന്നും കൂടുതലാണ്. ഇന്ത്യയിൽ മാത്രമാണ് നമ്മൾ നാളേക്ക് വേണ്ടി ജീവിക്കുന്നത്. മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം നാളേക്ക് വേണ്ടിയുള്ള ജീവിതമില്ല. എന്നതുകൊണ്ട് തന്നെ നാളെ എങ്ങനെ എന്നത് അറിയുവാനുള്ള വ്യഗ്രത നമുക്ക് കൂടുതലാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് കൂടുതലാണ്. അപ്പോൾ 17/8/2025 ഈ ചിങ്ങപ്പുലരിയിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷ പുലരിയാണ്. കൊല്ലവർഷം 1201 തുടങ്ങുന്നതാണ്. ആ ദിവസം കൊണ്ട്, ആ ദിവസത്തെ ഗ്രഹനില കൊണ്ട് പൊതുവെ 27 നക്ഷത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള 12 രാശിയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 12 കൂറുകളിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അല്ലെങ്കിൽ അനുകൂലതകൾ അല്ലെങ്കിൽ പ്രതികൂലതകൾ ഉണ്ടാവുക എന്നുള്ള ഒരു കഥനം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രഹാണാം അതിചാരേണ സൂചയന്തി മനീഷിനഃ കോ വക്ത താരതമ്യസ്യ തമേഘം വേദസം വിന എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല എന്നുള്ളത് നമ്മൾ അറിയുന്ന സത്യമാണ്. എന്നിരുന്നാലും എന്തെങ്കിലും നല്ലത് പറയുക എന്നുള്ളതാണല്ലോ ജ്യോതിഷിയുടെ ധർമ്മം. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. മേടക്കൂറ് എന്ന് പറയുന്നതായിട്ടുള്ള അശ്വതി, ഭരണി, കാർത്തികയിലെ 1-ാം പാദം. ഈ മേടക്കൂറുകാർക്ക് പൊതുവെ മോശമായിട്ടുള്ള ഒരു സമയമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തെന്നാൽ ഗുരു അനുകൂലമായ സ്ഥാനത്തിലല്ല, ഏഴരശനി തുടങ്ങിയ സമയമാണ് എന്നൊക്കെയാണെങ്കിലും മറഞ്ഞ ബുധനും അതുപോലെ തന്നെ 11 രാഹുവും 6-ാം വീട്ടിലെ ചൊവ്വയും കൊണ്ട് വളരെ അനുകൂലതയുള്ള ഒരു സമയമാണ് മേടക്കൂറുകാർക്ക്. ഭാവസ്വാമി ഭാവത്തിലേക്ക് നോക്കുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു ദിവസം കൂടെയാണ് ചിങ്ങപ്പുലരി. അതുകൊണ്ട് തന്നെ ഭാവത്തിലേക്ക് പുഷ്ടിയാണ്. 9-ാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഭാഗ്യവന്തം പ്രസൂയേത നശൂരം നച പണ്ഡിതം എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യസ്ഥാനത്തിലേക്ക് ഭാഗ്യാധിപതി നോക്കുന്നത് കൊണ്ട് ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേടക്കൂറുകാർക്ക് പൊതുവെ
ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തല ഇടവക്കൂറ് എന്നാണ് പറയുക. ഇടവക്കൂറുകാർക്ക് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ജ്യോതിഷം അറിയുന്നവർക്കെല്ലാം അറിയാം, ജ്യോതിഷം നോക്കുന്നവർക്കെല്ലാം അറിയാം. 2-ാം വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഗുരു, 11-ാം വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ, കേന്ദ്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യൻ, മറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ബുധൻ എന്നെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള നല്ല സമയമാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ ഈശ്വര ചൈതന്യം കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ജയം കിട്ടുന്ന ഒരു സമയമാണ് ഈ ഇടവക്കൂറുകാർക്ക്. കൂടാതെ തന്നെ ഇന്നത്തെ ഈ ചിങ്ങപ്പുലരിയിൽ ഇടവക്കൂറുകാർക്ക് രാശിനാഥനായിട്ടുള്ള ചന്ദ്രനും രാശിയിൽ തന്നെ നിൽക്കുന്ന ഒരു നേരം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം അഖിലം ഈ ഇടവക്കൂറുകാർക്ക് അനുകൂലപ്രദമാണ്. മകീരത്തരയും തിരുവാതിരയും പുനർദത്തി മുക്കാലും മിഥുനക്കൂറ് എന്നാണ് പറയുക. മിഥുനക്കൂറുകാർക്ക് അത്ര നല്ലതല്ല എന്നിരിക്കലും അനുകൂലമില്ലായികയില്ല. എന്തെന്നാൽ 9-ലെ രാഹുവും അതുപോലെ തന്നെ രാശി അധിപതി രാശിയുടെ 2-ാം വീട്ടിൽ നിൽക്കുക, അയജ്ഞ ധനലാഭയോഗം എന്നൊക്കെയാണ് പറയുക. ധനലാഭയോഗവും 3-ാം അധിപതിയായിട്ടുള്ള ചന്ദ്രനിൽ നിന്നും 3-ൽ നിൽക്കുന്നതായിട്ടുള്ള ചിങ്ങപ്പുലരി സൂര്യൻ, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള അശുഭഗ്രഹമായിട്ടുള്ള ചൊവ്വ എല്ലാം അനുകൂലമാണ്. എന്നിരുന്നാലും ജന്മേ ഗുരുഗതേ സാക്ഷാത് ശ്രീരാമോ വനവാസ്യഭൂത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് കുറച്ച് കഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ധനലാഭയോഗപ്രദമായിട്ടുള്ളൊരു കാലമാണ് ഈ വർഷം. കർക്കിടകക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ശനി കൊടുത്താൽ യാർ തടുക്ക എന്ന് പറയും തമിഴിൽ. കൊടുക്കുന്ന പൊങ്കു ശനിയായി നിൽക്കുന്നതായിട്ടുള്ള 9-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയാണ്. 2-ാം ഭാവത്തിൻ്റെ അധിപതിയായിട്ടുള്ള രാശിയിൽ നിന്നും 2-ലേക്ക് നിൽക്കുന്നതായിട്ടുള്ള സൂര്യൻ, മറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ, അതുപോലെ തന്നെ 10-ൽ നിൽക്കുന്നതായിട്ടുള്ള ചന്ദ്രൻ, ഇതെല്ലാം വളരെ അനുകൂലപ്രദമാണ്. എന്നുള്ളതുകൊണ്ട് തന്നെ കർക്കിടകക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. കർക്കിടകക്കൂറ് എന്ന് പറഞ്ഞാൽ പുനർദത്തിക്കാലും പൂയവും ആയില്യവും പറഞ്ഞിട്ടുള്ളതാണ് കർക്കിടകക്കൂറ്. ഈ കർക്കിടകക്കൂറുകാർക്കും ഈ വർഷം പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമാണ്. അടുത്ത ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്രത്തിക്കാലുമാണ് ചിങ്ങക്കൂറ്. ഈ കൂറുകാർക്ക് രാശിയിൽ നിന്നും 8-ാം വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെക്കൊണ്ട് അനുകൂലത, രാശിയിൽ നിന്നും 11-ാം വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഗുരുവിനെ കൊണ്ട് ലാഭം, രാശിയിൽ നിന്നും
12ാം വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് വിദ്യാലാഭം. അങ്ങനെ പൊതുവെ അഷ്ടമ ശനിയാണ് എന്നൊക്കെ പറയുകയാണെങ്കിലും വളരെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് നടക്കുന്നത്. കന്നിക്കൂറുകാർക്ക് ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിര അരയും പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് 10ൽ നിൽക്കുന്നതായിട്ടുള്ള ഗുരുവാണ്. 10ൽ നിൽക്കുന്നതായിട്ടുള്ള ഗുരു പദവിയെ കെടുപ്പാൻ എന്നുള്ളതായിട്ടുള്ളൊരു ചൊല്ലുണ്ട് എന്നിരിക്കലും പുതിയ പദവി ലാഭം, പുതിയ പുതിയ ജോലികൾ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ 11ൽ നിൽക്കുന്നതായിട്ടുള്ള രാശി അധിപതി ലാഭകാരകനാണ്. കടൽ താണ്ടിപ്പോയി സമ്പാദിക്കാനുള്ള യോഗങ്ങളൊക്കെ ഉള്ള സമയമാണ്. കണ്ടകശനി അത് കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞാലും കൊണ്ടുപോകുന്നത് വേറൊന്നും കൊണ്ടുപോകുകയില്ല, നമ്മളെ നല്ല സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വർഷം മുഴുവൻ കന്നിക്കൂറുകാർക്കും അനുകൂലപ്രദമാണ്. ചിത്തിര അരയും ചോതിയും വിശാഖത്തി മുക്കാലും പിറന്ന തുലാക്കൂറുകാർക്ക് കൂറിലേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 6ൽ നിൽക്കുന്ന ശനി ശത്രുബാധകളൊന്നും ഇല്ലാതാക്കും. അതുപോലെ തന്നെ 11ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യൻ, 10ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധൻ, ഇവരെല്ലാം അനുഗ്രഹപ്രദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് ഇടവക്കൂറുകാരെ പോലെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വർഷം. വൃശ്ചികക്കൂറ് വിശാഖത്തിക്കാലും അനിഴവും തൃക്കേട്ടയും ചേർന്നതായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്ക് ധനാഗമസ്ഥൽ അനുകൂലതയുണ്ട്, കുടുംബ സൗഖ്യങ്ങളൊക്കെ ഉണ്ട്, മനഃചാഞ്ചല്യമൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുട്ടികളുടെ പഠിപ്പിനായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും അല്ലെങ്കിൽ ജോലിക്കായിട്ടും പൈസ ചിലവാകുന്ന ഒരു സമയമാണ്. ശുഭവ്രയങ്ങളൊക്കെ കല്യാണാദികളെല്ലാം വന്നു ചേരുന്ന സമയമാണ്. ഒരു ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ളൊരു സമയമാണ് എന്ന് തന്നെ പറയാം. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിക്കാലിലാണ് ധനുക്കൂറ്. രാശി അധിപതിയായിട്ടുള്ള ഗുരു രാശിയിലേക്ക് നോക്കുകയാണ്. അതുപോലെ തന്നെ സുഖസ്ഥാനമായിട്ടുള്ള 4ാം ഭാവത്തിൽ കേന്ദ്രത്തിൽ കൊടിയോൻ കൊടിയബലനെ എന്നാണ് പറയുന്നത്. കേന്ദ്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള പാപഗ്രഹങ്ങൾ ചെയ്യുകയില്ല, നല്ലത് ചെയ്യും എന്നാണ് പറയുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ വാഹനാദി ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രമോഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഒരു കവിതയെങ്കിലും എഴുതും. കന്നിയിലെ ചൊവ്വ എന്നാണ് പറയുന്നത്. അപ്പോൾ എഴുത്ത്, കല, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ വർഷം മുഴുവൻ നടന്നു പോകും. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ട് തലയും ചേർന്നതായിട്ടുള്ള മകരക്കൂറുകാർക്ക് 3ലാണ് ശനി. വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥാനമാണ് ശനീശ്വരൻ്റെ. അതുപോലെ തന്നെ ബുധൻ രാശിയിലേക്ക് നോക്കുകയാണ്. പാണ്ഡിത്യമെല്ലാം ഏറിക്കളിക്കുന്ന ഒരു സമയമാണ്. ഗുരു വക്രമായിട്ടും അതുപോലെ തന്നെ
സ്വസ്ഥാനത്തിലായിട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് അനുകൂലപ്രദമാണ്. കല്യാണമാവാത്ത കുട്ടികൾക്കെല്ലാം കല്യാണമാകുന്ന സമയമാണ്. അവിചാരിതമായിട്ടുള്ള ധനലാഭങ്ങളൊക്കെ ഉണ്ടാവാം. ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ഭാഷകളൊക്കെ പഠിക്കാനുള്ള സാധ്യതകൾ കിട്ടും. പുതിയ പുതിയ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു വർഷമാണ് ഈ പുതുവർഷം. അവിട്ടത്തരയും ചതയവും പൂരാട്ടാതി മുക്കാലും ചേർന്നിട്ടുള്ളതായിട്ടുള്ള കുംഭക്കൂറുകാർക്ക് രാശി അധിപതി തന്നെ 2ാം വീട്ടിലാണ്. അയജ്ഞ ധനലാഭയോഗം എന്ന് പറയുന്നതായിട്ടുള്ള ധനലാഭങ്ങളൊക്കെ നിറയെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പണത്തിന് വലിയ കഷ്ടങ്ങൾ വരില്ല എന്നുണ്ടെങ്കിൽ ജീവിതം സുഗമമാവും. അതുപോലെ തന്നെ കുട്ടികളുടെ പഠിപ്പിനായിട്ടുള്ള ചെലവുകൾ കൂടും എന്നിരിക്കലും അത് മനസ്സിന് സന്തോഷം കൊടുക്കുന്നതായിരുന്ന ആത്മാവൈ പുത്രനാമാസി ത്വം ജീവ ശരദശതം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ബദ്ധ ശ്രദ്ധാലുക്കളായി നിൽക്കുകയും അതുകൊണ്ട് ലാഭമുണ്ടാവുകയും കുടുംബത്തിൽ സന്തോഷമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കുട്ടികൾക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അടുത്തത് മീനക്കൂറാണ്. പൂരോട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ളതായിട്ടുള്ള മീനക്കൂറുകാർക്ക് മധ്യശനി എന്ന് പറയുന്നതായിട്ടുള്ള ഏഴരശനിയിലെ പ്രധാനമായിട്ടുള്ള കഷ്ടസമയമാണ് എന്നിരിക്കലും രാശി അധിപതി 4ാം വീട്ടിൽ സുഖസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടി അവിടേക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അനുകൂലപ്രദമാണ്. കഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. വഴിക്ക് വീഴാതെ മാത്രം നോക്കണം എന്നതേ ഒരു കഷ്ടമായിട്ട് പറയാൻ ഉള്ളൂ. പൊതുവെ 27 നക്ഷത്രക്കാർക്കും ഈ പുതുവർഷം മലയാള വർഷം അനുകൂലപ്രദമാണ്. അതുകൊണ്ട് തന്നെ അവരവർ ചെയ്യുന്നതായിട്ടുള്ള തൊഴിലിൽ പൂർണ്ണമായിട്ട് വ്യാപൃതമായിട്ട് പണിയെടുക്കുക. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയും. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈശ്വരനോടുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള തൊഴിൽ. നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്താൽ, നന്മ ചെയ്താൽ ഫലം നന്മ, തിന്മയ്ക്ക് തിന്മയേ ഫലം എന്ന് പറയുന്നത് പോലെ നമുക്ക് നന്മയേ ഉണ്ടാവുകയുള്ളൂ. എന്നിരിക്കലും മേടക്കൂറുകാർ, മീനക്കൂറുകാർ, കുംഭക്കൂറുകാർ ഇവർ നിത്യം വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ശ്രവിക്കുക. സുന്ദരകാന്ഡ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ശ്രവിക്കുക. ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ശ്രവിക്കുക. ശനിയാഴ്ചകളിൽ ഒരിക്കൽ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു നേര അരി ആഹാരം എന്നുള്ളത് പാലിക്കുക. ശനിയാഴ്ചകളിൽ സസ്യബുക്കായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു വന്നാൽ ഈ ഏഴര ശനിയുടെ ദോഷങ്ങൾ മാറിക്കിട്ടും. അർദ്ധാഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുന്ന മിഥുനക്കൂറുകാർ വിഷ്ണുക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ദാനമാനങ്ങൾ ചെയ്യുക,
വേദപാഠശാലകൾ അല്ലെങ്കിൽ സത്പ്രവർത്തനം ചെയ്യുന്നതായിട്ടുള്ള നമുക്കറിയാവുന്ന ധർമ്മശാലകളിലേക്ക് ദാനം ചെയ്യുക. തപഷഡ്ഭാഗമക്ഷയ്യം ദദത്യാരണ്യഗാഹിനഃ എന്നാണ് പറയുന്നത്. സമ്പാദ്യത്തിൽ 1/6 ദാനധർമ്മങ്ങൾക്കായിട്ടും ഈശ്വര സേവയ്ക്കുമായിട്ടും നീക്കിവെക്കുക. ഇങ്ങനെ ചെയ്താൽ അനുകൂലപ്രദമായിട്ടുള്ള സമയമായിരിക്കും. അതുപോലെ തന്നെ കണ്ടകശനി നടക്കുന്നതായിട്ടുള്ള ചിങ്ങക്കൂറുകാർ ആദിത്യഹൃദയം പാരായണം ചെയ്യുക. ശനിയാഴ്ചകളിൽ ഒരിക്കലായിട്ട് ഇരിക്കുക. ദേവബ്രാഹ്മണ പൂജനാത് ഗുരുവച സമ്പാദനാത് പ്രത്യഹം എന്ന് പറയുന്നതായിട്ടുള്ള രീതിയിൽ ദേവന്മാരെയും നല്ല ബ്രാഹ്മണന്മാരെയും പൂജിച്ച് ആരാധിക്കുക. ഗുരുവചനം അനുസരിച്ച് പ്രവർത്തിക്കുക. സാധൂനാം ഉപകാരണാത് സാധുജനങ്ങൾക്ക് സജ്ജനങ്ങൾക്ക് സേവ ചെയ്യുക. ശ്രുതിവച ശ്രേയോ വജാകർണനാത് ശ്രുതിവചം വേദജപങ്ങൾ മുറജപങ്ങൾ എന്നൊക്കെ നടക്കുന്നതായിട്ട് സ്ഥലത്തിലേക്ക് പോവുക, അത് ശ്രവിക്കുക. അതുമായി സംബന്ധപ്പെട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുക, ദാനങ്ങൾ നൽകുക. ഹോമാത് അദ്വരദർശനാത് ഹോമങ്ങൾ, യജ്ഞങ്ങൾ, യാഗങ്ങൾ, അന്നദാനങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാവുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രഹപീഠകളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഗ്രഹപീഠകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നന്മയെ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ദർ ഇസ് നോ റിവാർഡ്സ് ഓർ പണിഷ്മെൻറ്റ്സ്, ആൾ ആർ കോൺസിക്വൻസസ് എന്ന് പറയും. അതൊരു ഫിലോസഫിയാണ്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയുമാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ വകയിൽ ഈ കണ്ടകശനിയെ കൊണ്ടുപോയാൽ കണ്ടകം അത് കൊണ്ടേ പോകുമെന്ന് പറയുന്നതായിട്ടുള്ള ആ ദോഷം മാറും. അഷ്ടമശനിയാണ് ചിങ്ങക്കൂറുകാർക്ക്, കണ്ടകശനിയാണ് കന്നിക്കൂറുകാർക്ക് നടക്കുന്നത്. ഇവർ രണ്ടുപേരും മുപ്പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഈശ്വര കാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുക. വൃശ്ചികക്കൂറുകാർ, ധനുക്കൂറുകാർ ഇവർക്ക് പഞ്ചമത്തിൽ ശനിയാണ്, അഷ്ടമ ഗുരുവാണ്. അതുപോലെ തന്നെ മോശമായിട്ടുള്ളൊരു സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക് എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സ് എന്നുള്ളത് വെള്ളം പോലെയാണ്. എന്തെന്നാൽ ആ രാശിയിലാണ്, ആ കൂറിലാണ് ചന്ദ്രൻ നീചമായി നിൽക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. തനിക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം തീരുമാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഗുരുവച സമ്പാദനാ പ്രത്യഹം എന്ന് പറഞ്ഞായിട്ടുള്ള ഗുരുജനങ്ങൾ പറഞ്ഞത് കേട്ടനുസരിച്ച് ജീവിക്കുക. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, ശിവഭജനം ചെയ്യുക, ദുർഗാക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി ഇത്യാദി സ്തോത്രങ്ങൾ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാവും. കുംഭക്കൂറുകാർക്ക് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വർഷം മുഴുവൻ എല്ലാ മലയാളികൾക്കും അനുകൂലപ്രദമാവട്ടെ, ഈശ്വരാനുഗ്രഹപ്രദമാവട്ടെ. ശരീരത്തിലുണ്ടാകുന്ന സകല താപങ്ങളും നിവൃത്തിയാകട്ടെ. അതുമൂലം എല്ലാ ജന്മങ്ങൾക്കും എല്ലാ ജനജാതികൾക്കും ക്ഷേമമുണ്ടാകട്ടെ. ശ്രേയോ ഭൂയാത് സകല ജനാനാം എന്ന് ആചാര്യർ പറഞ്ഞ പോലെ
എല്ലാ ജനങ്ങൾക്കും ക്ഷേമമുണ്ടാകാനായിട്ട് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് തത്കാലം നിർത്തുന്നു. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാധാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും ഈ പുതുവർഷം ഈശ്വരാനുഗ്രഹപ്രദമാവട്ടെ, ദൈവാനുഗ്രഹപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുക, അവരവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാകുക, പരോപകാരപ്രദമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ടും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും വീണ്ടും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള നല്ല ജ്യോതിഷികളെല്ലാം നാട്ടിലും ധാരാളമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള അമ്പലം, ഗ്രാമത്തിലുള്ള അമ്പലം, ദേശത്തിലുള്ള അമ്പലം, അടുത്തുള്ള ജ്യോത്സ്യൻ, അടുത്തുള്ള ഗുരു, ഇവർക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവരുമായിട്ട് സമ്പർക്കത്തിലിരിക്കുക. അവർ പറയുന്നതായിട്ടുള്ള സദ്വചനങ്ങളും സദ്മാർഗങ്ങളും പരിപാലിച്ചുകൊണ്ട് നിൽക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.